ഏ ഏറ്റവും വിഷമം അതൊന്നുമല്ല. നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട. ഇത്ര കാലമായില്ലേ. ഞങ്ങളെ പോലുള്ള ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചതിന് ആൾ ഒരു സോറി മെസ്സേജ് പോലും ഇതുവരെ അയച്ചിട്ടില്ല. കർമ്മ ഹിറ്റ്സ്, കർമ്മ ഇസ് എ ബൂമറാങ് എന്നുള്ള സാധനമൊക്കെ ആർ ജെ ബിൻസിക്കും ബാധകമാണ്. ചിലപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ ഏറി അങ്ങ് പോവും, ഇവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ ഒരു പോക്കും പോവും. ഇത് ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ചാച്ചൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് സ്വന്തം അച്ഛൻ്റെ തൊഴിലിനെ കൂടിപ്പോയാൽ 300 രൂപയുടെ സാധനം ആണ് അവർ 2024 കൊളാബിന് തന്നത്. തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ നല്ല പേജ് കിട്ടില്ലേ ചേട്ടാ? കണ്ട ശ്രദ്ധിക്കണതൊക്കെ. തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ നല്ല പേജ് കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചി തട്ടിപ്പ് നടത്തും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. വേറെ നല്ല പേജ് കിട്ടില്ലേ ചേട്ടാ? കുറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള നല്ല വില കൂടിയ പ്രോഡക്റ്റ് എടുക്കില്ലേ? അതാണ്ടാ തട്ടിപ്പിനൊക്കെ സ്വീകരിക്കുന്ന ആർ ജെ ബിൻസി തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ നല്ല വില കൂടിയ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ബിഗ് ബോസ് ഇത്രയും കാലം കണ്ടതിൻ്റെ അകത്ത് ചില കണ്ടസ്റ്റൻസിനോട് എനിക്കെന്ന് വെച്ചാൽ ആ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കാണിച്ചതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വേസ്റ്റ് ആണെന്ന് തോന്നിയിട്ടുള്ളത്, അഥവാ ഒരു തരത്തിലും നമുക്ക് ഒരു തരത്തിൽ പോലും ഒരു ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ സാധിക്കാത്ത കണ്ടസ്റ്റൻസിൽ മേ ബി ചിലപ്പോൾ 1ാം സ്ഥാനത്ത് തന്നെ ആർ ജെ ബിൻസി ഉണ്ടാവും. കാരണം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇപ്പം ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് അകത്ത് മാത്രമല്ല പുറത്തുള്ള ഇതിനകത്തും ഏതാണ്ട് പുള്ളിക്കാരത്തിയുടെ ഒരു കറക്റ്റ് ക്യാരക്ടർ ഇങ്ങനെ എക്സ്പോസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ബിൻസി എന്താണിത്? എന്താണെന്നുള്ളതല്ലേ ആദ്യം ആർ ജെ ബിൻസി എടുത്തിട്ട കമൻറ്റ് നമുക്ക് വായിക്കാം. അതിനുശേഷം ഇതിൻ്റെ തുടക്കത്തിലേക്ക് നമുക്ക് പോകാം. പിന്നെ ഇതിനിടയ്ക്ക് ഇവരുടെ തന്നെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് ഇതിനകത്ത് കാണുകയും ചെയ്യാം. ആർ ജെ ബിൻസി ഒരു കമൻറ്റ് ബോക്സിൻ്റെ കമൻറ്റിനകത്ത് ഇട്ടേക്കുന്ന സംഭവമാണ് ഇത്. ഇവർ സ്റ്റോറി ആക്കിയ സാധനമാണ്. ആദ്യം മാബരിട്ട കമൻറ്റ് വായിക്കാം. തട്ടിപ്പോ, ഇവിടെ ശ്രദ്ധിക്കണം, തട്ടിപ്പോ. ഇനി അടുത്ത വാക്ക് ഏറ്റവും രസം, കൂടിപ്പോയാൽ 300 രൂപയുടെ സാധനം. ശ്രദ്ധിക്കണം, ഇതാണ് ഇത് മെയിൻ ഹൈലൈറ്റ് ആണ്. അത് ഞാൻ പിന്നാലെ കാണിച്ചു തരാം. കൂടിപ്പോയാൽ 300 രൂപയുടെ സാധനം ആണ് അവർ 2024 കൊളാബിന് തന്നത്. കൊള്ളാബിനോ? ഓക്കെ. കമ്മലും വളയും. അന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. അത് കറക്റ്റായിട്ട് അവരെ അറിയിച്ചതുമാണ്. പിന്നെ അവരോട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അവർക്കിപ്പോൾ കണ്ടൻറ്റ് വേണം, റീച്ച് വേണം. ആകപ്പാടെ ആ പേജിൽ റീച്ചുള്ള വീഡിയോ ഇത് മാത്രമാണ്. സോ ഇത് തന്നെ തിരിച്ചും മറിച്ചിട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കി അവർ ജീവിച്ചു പോട്ടെ. ഇതിന് മാത്രം ഗതികെട്ട ആരാടാ ലോകത്തുള്ളത്? ഇവരെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന്. ഒന്നാമത് ആർ ജെ ബിൻസി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ട ഈ വീഡിയോ പോലും ഇത് എത്ര കയറുമെന്ന് കണ്ടറിയാം. ഒക്കെ റീച്ച് പോട്ടെ. പിന്നെ നിങ്ങളെല്ലാവരും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. പിന്നെ ഈ പോസ്റ്റ് ഇട്ട ചേട്ടനോട് തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ നല്ല പേജ് കിട്ടില്ലേ ചേട്ടാ? കണ്ട ശ്രദ്ധിക്കണതൊക്കെ. തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ നല്ല പേജ് കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചി തട്ടിപ്പ് നടത്തും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. വേറെ നല്ല പേജ് കിട്ടില്ലേ ചേട്ടാ? കുറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള നല്ല വില കൂടിയ പ്രോഡക്റ്റ് എടുക്കില്ലേ? അതാണ്ടാ തട്ടിപ്പിനൊക്കെ സ്വീകരിക്കുന്ന ആർ ജെ ബിൻസി തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ നല്ല വില കൂടിയ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളൊക്കെ ഇനി ആർ ജെ ബിൻസിയുടെ പേജിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ തട്ടിപ്പായിരിക്കും. മനസ്സിലായി? വില കുറഞ്ഞ സാധനങ്ങളൊന്നും അവർ ഉപയോഗിക്കത്തില്ല. അത് തട്ടിപ്പ് ഉണ്ടാക്കണമെങ്കിൽ വില കൂടിയ നല്ല സാധനങ്ങളൊക്കെ വേണം എന്നുള്ളതാണ്. ഇതിപ്പോൾ മോശം. അപ്പോൾ പറയാൻ വന്നത്, ആളുകൾ കുറച്ച് റീച്ചായി വരുമ്പോൾ ഇതുപോലെ ഉള്ളവർ വരുന്നത് സ്വാഭാവികം. അതുകൊണ്ട് ഞാൻ കാര്യം എടുക്കുന്നില്ല. കുറച്ച് കൊളാബ് സാരി വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. എന്നിട്ട് അതിൻ്റെ മുകളിൽ പുള്ളിക്കാർ ഇട്ടേക്കുന്ന സാധനം ഇത് ഇവരിട്ട ആ ഒരു കമൻറ്റ് ബോക്സ് ഇട്ട കമൻറ്റ്, ഈ കമൻറ്റിനെ കൊണ്ടുപോയി അവർ സ്റ്റോറി ആക്കിയിട്ട് അവർ ഇട്ടേക്കുന്നത് ലേ ആർ ജെ ബിൻസി അവർ തന്നെ ഇട്ടേക്കുന്നതാണ്. ഈ പോസ്റ്റ് ഇട്ട ചേട്ടൻ ചമ്മിപ്പോയി, എനിക്ക് നാണം ഉണ്ടെങ്കിലല്ലേ അത് കിട്ടത്തുള്ളൂ എന്നാ. നാണമില്ലെന്നങ്ങ് പുള്ളിക്കാരത്തിങ്ങ് പറയുക. പോട്ടെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൽ കൂടുതലൊക്കെ എന്ത് പറയാതിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള വിഷയത്തിലേക്ക് വരുന്നത്. 2 കാര്യങ്ങൾ വരാം. അതിനകത്ത് ഇത് എന്താണ് ഇവർ ശരിക്കും ചെയ്തെന്നുള്ള കാര്യം അറിയുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. പിന്നെ ഒരു കാര്യം, നാണമുണ്ടെങ്കിലല്ലേ എന്ന് പറഞ്ഞ ഒരാളോട് നമുക്കിനി അതിനെക്കുറിച്ച് നാണിക്കാനൊന്നും പറയാൻ പറ്റും. നമുക്ക് നാണിക്കാം, നമുക്ക് എല്ലാവർക്കും നാണിക്കാം. ആദ്യം ഈ പ്രസ്തുത വ്യക്തിയുടെ ഈ സംഭവത്തിന് ആധാരമായ വിഷയത്തിലേക്ക് വരാം. എന്താ സംഭവിച്ചത്? ഈ ഒരു ലാസ്റ്റ് റീലിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ബാഡ് കൊളാബ് എക്സ്പീരിയൻസിനെ പറ്റി നമ്മൾ ഷെയർ ചെയ്തിരുന്നു. ആ ഒരു അനുഭവം ബാക്കി ബിസിനസ് പേജസുമായി ഷെയർ ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. ആളൊരു ബിഗ് ബോസ് താരമാണെന്നുള്ളൊരു ക്ലൂ മാത്രമേ നമ്മൾ നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഒരാൾ മാത്രം ചെയ്ത തെറ്റിന് ബാക്കി ബിഗ് ബോസ് താരങ്ങളെയും ആളുകൾ സംശയിക്കില്ലേ എന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിരുന്നു. ഇത്
ജൂൺ 2024 ഹേ എന്ന് ഇങ്ങോട്ട് ഈ പറയുന്ന 380 രൂപയ്ക്ക് മാത്രം 300 രൂപയുടെ വില മാത്രമുള്ള ഒരു സ്ഥലത്തിൻ്റെ അവരുടെ അടുത്ത് കൊളാബ് ആർ യു ലുക്കിംഗ് ഫോർ കൊളാബ് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടോ, കൊളാബ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ച ആളുടെ പേര് RJ ബിൻസി എന്നാണ്. ഇതാ ഇവിടെ കാണാം, വെണ്ടയ്ക്കാശുപത്രി 7/7/2024. സോ ഇറ്റ്സ് ടൈം ടു റിവീൽ ദ പേഴ്സൺ. തെറ്റ് ചെയ്യാത്തവരാരും ക്രൂശിക്കപ്പെടരുതല്ലോ. ഇതിന്റെ ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഈ ഒരു വീഡിയോ പാർട്സ് ആയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പാർട്ട് 1. പാർട്ട് 2 എവിടെയെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. വേർ ഇസ് സെക്കൻഡ് പാർട്ട്? സ്കാം അലേർട്ട് റിവീൽ ടൈം പാർട്ട് 2. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? ഇവരോട് ഈ RJ ബിൻസി ഓക്കെ, ഒരാൾ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കൊളാബ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സമയങ്ങളിൽ അവർക്ക് ചിലപ്പോൾ മറ്റേതിനകത്ത് പറഞ്ഞേക്കുന്ന ആരോഗ്യ കാരണങ്ങളാൽ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിന് നമുക്ക് ആരോഗ്യ കാരണങ്ങളാൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എങ്കിൽ ആരോഗ്യ കാരണങ്ങളെല്ലാം റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം റീൽ ചെയ്യത്തില്ലല്ലോ അല്ലേ. ഇവർ സംഭവം ചെയ്തേക്കെന്ന് വെച്ചാൽ ഇവർ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് റീൽ ചെയ്യുകയും പ്രൊമോഷൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഈ പറയുന്ന പ്രസ്തുത വ്യക്തിക്ക് അങ്ങോട്ട് കൊളാബ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരുടെ കയ്യിലിരുന്ന സാധനം ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് ഈ കൊളാബൊന്നും ചെയ്യാതെ അവരായിട്ട് വട്ടം കറക്കി നട്ടം തിരിയിക്കുന്ന കാര്യം തന്നെ. നമ്മുടെ വ്യക്തിക്ക് എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. 350 രൂപയ്ക്കൊക്കെയുള്ള 300 രൂപയ്ക്കൊക്കെയുള്ള സാധനം ഒന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ എന്തോ ഉണ്ടാക്കാനാണ് അങ്ങോട്ട് വിളിച്ചിട്ട് കൊളാബ് ചോദിച്ചത്? എന്തിനാണ്? ഞാൻ ഇങ്ങനെ സംസാരിക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ RJ ബിൻസി ഡിസർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന RJ തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. നോട്ട് ദ പോയിന്റ്. 2024 ഇങ്ങോട്ട് കൊളാബ് ചോദിച്ചിട്ട് അവരെ അങ്ങോട്ട് മെസ്സേജ് അയച്ചാണ് RJ ബിൻസി. അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് എടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ. അതിന്റെ കാരണം എന്താ? ക്വാളിറ്റി ഇല്ല, വില കുറഞ്ഞ സാധനങ്ങൾ, ആ പ്രോഡക്റ്റുകൾ ഞാൻ കൊളാബ് ചെയ്യില്ല. ഈ അടുത്ത കാലത്തൊന്നും മൂപ്പൻ്റെ ആ ഒരു തനി കുണത്തിലേക്ക് വരുന്ന സ്വഭാവം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പരമാവധി അടക്കൊതുക്കും വിനയാന്യൂതന എന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇതൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ അപരാധങ്ങൾ വന്നുണ്ടല്ലോ അതേ രീതിയിൽ മൂപ്പൻ റിയാക്ട് ചെയ്യും. അല്ലാത്ത ചില മനുഷ്യന്മാരുണ്ട്, തെറ്റുകൾ പറ്റാം, സ്വാഭാവികമായിട്ട് തെറ്റ് പറ്റിയാൽ അംഗീകരിക്കുന്ന മനുഷ്യരെ നമ്മൾ അങ്ങനെ കാണും. എന്നാൽ തെറ്റ് പറ്റുകയും ചെയ്ത് അവിടെ കടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലാതെ തന്നെ എങ്ങനെ സംസാരിക്കണം ഗൈസ്? പറയൂ. സോറി. ഇല്ലാതെയായി എല്ലാം സീനാക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും സീൻ മാത്രം. ഇവരയക്കുന്ന മെസ്സേജ് എല്ലാം കണ്ടിട്ട് സീനാക്കിയിട്ട് അവിടെ വില കുറഞ്ഞ സാധനം ഞാൻ കൊളാബ് ചെയ്യാനോ? ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പേടിയില്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച ഒരു വീഡിയോ ഇടണം എന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട് അപ്പൊ തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു, സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, പിന്നെ വീഡിയോ. അതെന്താ RJ ബിൻസി? അതായത് അവർ ആ വീഡിയോ ഇട്ട ഉടനെ തന്നെ അവർക്ക് മെസ്സേജ്, ഹലോ ഗീവ് മീ യുവർ കോൺടാക്ട് നമ്പർ, ഹലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മെസ്സേജ്. പിന്നെ അവരുടെ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്ത്. എന്തിനാ RJ ബിൻസി? നിങ്ങളല്ലേ കുറച്ച് മുമ്പിട്ടേക്കുന്ന ആ പോസ്റ്റിൻ്റെ അത് കണ്ടത്, നാണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അല്ലേ? വില കുറഞ്ഞ പ്രോഡക്റ്റ്. 1.5 വർഷത്തിന് ശേഷമാണെന്ന് നോക്കണം, അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ആരോഗ്യ പ്രശ്നങ്ങൾ 1.5 വർഷം വരെ നീണ്ടു നിൽക്കില്ലെന്ന് ആരാണ് ഈ പ്രസ്തുത വ്യക്തിയോട് പറഞ്ഞത്? എന്താണ് ഇഷ ബൈ PK എന്ന് പറഞ്ഞിട്ട്? ആരോഗ്യ പ്രശ്നം കാരണമായിരുന്നു. 350 രൂപയ്ക്കുള്ള സാധനം കൊളാബ് ചെയ്യാൻ പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അത്രയും വളരെ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരു മനുഷ്യൻ്റെയും ആരോഗ്യത്തിനെയും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളെ ഒരിക്കലും നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ അകത്ത് ഒരിക്കൽ പോലും ഒന്നും പറയാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ആരോഗ്യ കാരണങ്ങളെന്ന് പറഞ്ഞ് ഇവരെ നട്ടം തിരിച്ചിട്ട് സ്വന്തം കാര്യങ്ങളും സ്വന്തം മറ്റ് റീലുകളും ഒക്കെ എടുത്ത് വിട്ടിട്ട് ഈ പറയുന്ന ഒരു ചെറിയൊരു സംരംഭകയായിട്ടുള്ള വളരെ ചെറിയൊരു സംരംഭക, നമുക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക് വഴിയെ, ചെറിയൊരു സംരംഭകയെ ഇങ്ങനെ ഇട്ട് നട്ടം തിരിയിക്കുന്ന RJ ബിൻസി, എന്താണ് നിങ്ങളിങ്ങനെ? ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട, ഇത്ര കാലമായില്ലേ. ഞങ്ങളെ പോലുള്ള ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചതിന് ആൾ ഒരു സോറി മെസ്സേജ് പോലും ഇതുവരെ അയച്ചിട്ടില്ല. കർമ്മ ഹിറ്റ്സ്
കർമ്മ ഇസ് എ ബൂമറാങ് എന്നുള്ള സാധനമൊക്കെ RJ ബിൻസിക്കും ബാധകമാണ്. ചിലപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ ഏറി അങ്ങ് പോവും, ഇവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ ഒരു പോക്കും പോവും. ഈ യൂണിവേഴ്സ് എന്നുള്ളൊരു സാധനം എല്ലാത്തിനും ബാധകമാണ്. ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നുള്ള സാധനമൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ചലനം ഉണ്ടാക്കുന്നത് മറ്റൊരു സ്ഥലത്ത് അതൊരു ഭൂകമ്പപരം ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ചെയ്തിട്ടിട്ട് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് പോകുന്നൊരു കാര്യം, അതൊക്കെ ഈ മറ്റേ കർമ്മ എന്ന് പറഞ്ഞ സാധനമായിട്ട് അവിടെ കിടക്കും, ഈ തലയുടെ മുകളിൽ ഒരു ഇടുത്തിയായിട്ട്. അത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട സാഹചര്യങ്ങളിൽ നല്ല വ്യക്തവും വെടിപ്പുമായിട്ട് അങ്ങ് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട് പലരുടെ കാര്യത്തിനകത്ത്. എന്തിനാണ് ആ പാവത്തിനെ ആ ഒരു നിങ്ങൾ അങ്ങോട്ട് പോയി മെസ്സേജ് അയച്ച് ചോദിച്ചത്? ഞാൻ അതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഇവർ അങ്ങോട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് അവരെന്നിട്ട് ഓക്കെ ഞങ്ങൾ ഇയറിങ്സ് അയച്ചു തരാം. അപ്പം ഇപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ബിഗ് ബോസിൻ്റെ ഒരു കണ്ടസ്റ്റൻ്റ് കൂടെ ആയിരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എന്തെങ്കിലും ബെനിഫിറ്റ് അവർ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരിക്കുമല്ലോ ഇവരെ കൊണ്ട് കൊളാബ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നിട്ട് അയച്ചു കൊടുത്തിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാതെ ഇരുന്നിട്ട് അവസാനം അവർ ആ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ സെറ്റിൽ ചെയ്യാം, പൈസ വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ മെസ്സേജ് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആളെക്കുറിച്ച് എന്തുവാ പറയാനാ? ഞാനതാ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വൺ ഓഫ് ദ വേർസ്റ്റ് കണ്ടസ്റ്റൻറ്റ് എവർ ബിഗ് ബോസ്. ഞാൻ എൻ്റെ കാര്യം പറയാം. ഇനി ഇതിന് മറുപടിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മറുപടി വേറെ നമുക്ക് സംസാരിക്കാം, അത് അപ്പം സംസാരിക്കും. ഇപ്പം തൽക്കാലം വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ട. ഇനി ഇതാണ് ഇവരുടെ പേജ്, ഇഷ ബൈ PK. വേറെ ഈ RJ ബിൻസിയുടെ വീഡിയോ അല്ലാതെ വേറൊരു വീഡിയോയും കയറത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് ബിസിനസ് വീഡിയോസ് അല്ലേ, അല്ല ഒരു കോൺട്രവേഴ്സ്യൽ പേജ് അല്ലല്ലോ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവരുടെ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് മൊത്തം അവരുടെ മറ്റ് പലതരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ പ്രൊമോഷനും മറ്റുള്ള കാര്യങ്ങളും സെയിലിന് വെച്ചേക്കുന്നതുമാണ്. ആ പേജിൻ്റെ അകത്ത് വേറെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺട്രവേഴ്സി അല്ലല്ലോ അവരുടെ പേജിൽ കൂടെ നടത്തുന്നത്. അല്ല, ഞാൻ നോക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. അവർ കോൺട്രവേഴ്സി അല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന പേജായിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അവരുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോട്ടെ, നല്ലത് വരട്ടെ. നിങ്ങൾക്കൊന്നും ഇനി ഇതുപോലത്തെ അബദ്ധം പറ്റരുത്, ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റരുത്. ഇനി നമുക്ക് RJ ബിൻസിയുടെ ഒരു വീഡിയോ കാണാം. ഇവിടെയുണ്ട് എല്ലാം, കാണാം അല്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞു മസ്താനി ഇത് വിട്ടേക്ക് എന്ന് പറഞ്ഞ കാര്യമാണ്. പിന്നെ എന്നെ ട്രിഗർ ചെയ്ത് ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോയി. ചാച്ചൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് സ്വന്തം അച്ഛൻ്റെ തൊഴിലിനെ അപമാനിക്കുന്നത് പോലെ ഒരു പെൺകുട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാറ്റ്സ് ഓഫ് കൊടുക്കും. അന്ന് RJ ബിൻസി അങ്ങനെ സ്വന്തം അച്ഛൻ്റെ തൊഴിലിനെ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളിയെ അങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ ലോകത്തിന് ആര് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ തിരിച്ച് മറുപടി കൊടുക്കും. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു മക്കളെ ഞാൻ റെസ്പെക്ട് ചെയ്യും. കാരണം അത് സ്വന്തം അച്ഛൻ്റെ തൊഴിലിനെയും തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ നല്ല മനസ്സിലാക്കിയ ഒരു സ്ത്രീയാണ് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ കാണുള്ളൂ, അങ്ങനെ തന്നെ കാണാവൂ. എന്നാൽ ഈ കോണ്ടെക്സ്റ്റ് എന്താ? ഒരു 380 രൂപയ്ക്കുള്ള സാധനം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ഒരു തൊഴിൽ ചെയ്യുന്ന അവരുടെ തൊഴിലാണത്. ആ തൊഴിലെടുക്കുന്ന അവരെ അങ്ങോട്ട് അപമാനിക്കുകയും ചെയ്തിട്ട് ഇപ്പുറത്ത് കൊണ്ടൊന്ന് സ്റ്റോറി ഇട്ടിട്ട് വീണ്ടും കളിയാക്കുന്നവരെ സ്റ്റോറി ഇട്ടിട്ട് ഞാൻ അഥവാ ഇത് ചെയ്യുന്നെങ്കിൽ പറ്റിക്കുകയും തട്ടിക്കുകയും ചെയ്യുന്നെങ്കിൽ വില കൂടിയ സംഭവങ്ങൾ മാത്രം ചെയ്യില്ല. അപ്പം നിങ്ങളുടെ അച്ഛൻ ചെയ്യുന്ന തൊഴിലിന് വലിയ ഡയലോഗ് അടിക്കുന്ന നിങ്ങളുടെ സ്വന്തം അച്ഛൻ്റെ തൊഴിലിനെ പോലും റീച്ചിന് വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലിട്ട് അലക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും? സ്വന്തം അച്ഛൻ ആ ഓട്ടോ ഓടിക്കുന്നത് ആൾക്കാരെ അറിയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അഭിമാനം തന്നെയാണ്. ചാണകം കോരിയാലും കക്കൂസിൻ്റെ കുഴി കോരുന്നാലും അതെല്ലാം തൊഴിലാണ്. അതിനെ തൊഴിലായിട്ട് തന്നെ കാണണം. ആ തൊഴിലെടുക്കുന്നവരെ ബഹുമാനിക്കണം അല്ലേ? ഒരു പ്രശ്നവുമില്ല. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരെല്ലാവരും നിങ്ങൾ പരിഹസിക്കുക, അപമാനിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ സ്വന്തം ജീവിതത്തിൻ്റെ അകത്ത് സ്വന്തം അച്ഛൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് വിഷമം വന്നു. പൊള്ളിയില്ലേ? അപ്പം അവർക്കത് പൊള്ളത്തില്ലല്ലേ? കൊള്ളാം. ആർക്കാണേലും ഒപ്പനെ പറഞ്ഞാൽ പൊള്ളത്തില്ലേ? അപ്പന്റെ ജോലി അത് അത്ര കുറച്ചാണ്. മസ്താനി പറഞ്ഞ ടോണാണ് എനിക്ക്. ചാച്ചന്റെ ഓട്ടോയിലല്ലേ ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണ്, പക്ഷെ അപ്പനെ പറഞ്ഞപ്പോ കുറച്ചുകൂടെ ദേഷ്യം തോന്നി. അവരുടെ പ്രോഡക്റ്റിനെ വില കുറച്ച് കാണിക്കുകയും അവരുടെ ആ ബ്രാൻഡിനെ ഇകഴ്ത്തി കാണിക്കുകയും ഒരു ക്വാളിറ്റി ഇല്ലാത്തുള്ള രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് 380 രൂപ എന്നുള്ള വില വരെ പറഞ്ഞ് നിങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ച് കണ്ണാടി നോക്കിയിട്ടൊന്ന് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഒരു ആത്മപരിശോധന നല്ലതിന്. ഇനി വേറൊരു സംഭവമുണ്ട്. എവിടെയത്? ഓക്കെ, എവിടെ ഒരു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അപ്പം അച്ഛൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഓട്ടോയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കളിയാക്കൽ ചാച്ചൻ്റെ ഓട്ടോ കൊടുക്കുന്നുണ്ടോ, ഓട്ടോ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കളിയാക്കിയിടുന്ന കമൻസിന് റിയാക്ട് ചെയ്തുകൊണ്ട് അപ്പം ഇവർക്കൊക്കെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? അച്ഛനും മോളും കൂടെ നിന്നിട്ട് അഥവാ ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? ഇത് തന്നെ എനിക്കും ചോദിക്കാനുള്ളൂ.
ഈ പറയുന്ന കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് 100 രൂപയ്ക്ക് 10 രൂപയ്ക്കുള്ള സംഭവം ആയിക്കൊണ്ട് പോട്ടെ, 10 രൂപയ്ക്കുള്ള ഒരു ചെറിയൊരു മുട്ടായി കഷ്ണമായിക്കോട്ടെ, അത് വിൽക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നിടത്ത് അങ്ങോട്ട് പോയിട്ട് കൊളാബ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ ആ സാധനം വെച്ച് നിന്നിട്ട് ചെയ്തും കൊടുക്കാതെ അതിനിട്ട് 1.5 വർഷമായിട്ട് ഓട്ടിക്കുകയും ചെയ്തിട്ട് അവസാനം അവരെ മറ്റേ നമ്മുടെ ചില ഭാഷയുടെ പറയാൻ മുണ്ടുപൊക്കി കാണിക്കുന്ന ഒരു പരാമർശം ഉണ്ടല്ലോ, ചില നാട്ടിൻപുറത്തുള്ള നടക്കുന്ന ഒരു പരിപാടി പോലെ. അതുപോലെ അവരെ ആട്ടപ്പടലം അവരെമാതിരി കളിയാക്കുന്നത് പോലെ പോസ്റ്റ് വിട്ട് അവരെ കളിയാക്കുകയും ചെയ്തിട്ട് നിങ്ങൾ സ്വന്തം വീട്ടിൻ്റെ സ്വന്തം അച്ഛൻ്റെ കാര്യത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് തിരിച്ചും ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ RJ ബിൻസി? കണ്ടോ, ഒന്നും ബാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. ഞാൻ പക്ഷേ ഒരിക്കലും ഞാൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിലിനെയോ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഓട്ടോറിക്ഷ. എൻ്റെ നാട്ടിൽ ഞാൻ വളർന്ന എൻ്റെ ചുറ്റുപാടിൽ ഒരുപാട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്. ഇന്നും ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഞാൻ എല്ലാ തൊഴിലിനെ ബഹുമാനിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളിയെ എല്ലാ തരത്തിലും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അച്ഛൻ ചെയ്യുന്ന തൊഴിലിനെ വളരെയധികം മഹനീയമായിട്ട് കാണുന്ന വ്യക്തിക്ക് ഒരിക്കലും മറ്റുള്ള തൊഴിലെടുക്കുന്നവരെയും മറ്റുള്ള എന്തെങ്കിലും സംരംഭം നടത്തുന്നവരെയും കളിയാക്കാനും അവരെ സമൂഹ മധ്യത്തിലിട്ട് ഇങ്ങനെ ഒരുമാതിരി പരിഹസിച്ച് ചിരിക്കാനുള്ള യാതൊരു ധാർമ്മികമായിട്ടുള്ളൊരു അവകാശവും ഇല്ല. മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. സോ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഇതിനെക്കുറിച്ച് മറുപടിയായിട്ടെല്ലാം വരുവാണെങ്കിൽ മറുപടി ഞാൻ നല്ല രീതിയിൽ അതപ്പം നോക്കാം. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം അടുത്തൊരു വീഡിയോ ഗൈസ്. ബൈ.